നമസ്കാരം. ഇന്ന് അതിവേഗം ഡിജിറ്റൽ രംഗത്ത് കുതിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിലേക്ക് വഴിമരുന്നിട്ട തന്ത്രജ്ഞനായിരുന്നു വിട പറഞ്ഞ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ലോക സാമ്പത്തിക രംഗത്തെ എണ്ണം പറഞ്ഞ ധനതന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ഏറ്റവും സൗമ്യ മുഖമായിരുന്നു മൻമോഹൻ സിംഗ്. 1991 നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായിട്ടാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശനം. ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കൃത്യമായ ധാരണയുള്ള വ്യക്തിത്വമായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായും പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായും ജനീവ ആസ്ഥാനമായുള്ള സ്വതന്ത്ര സാമ്പത്തിക നയ വിദഗ്ധരുടെ കൂട്ടായ്മയായ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായി മികവ് തെളിയിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം റാവു മന്ത്രിസഭയിൽ അംഗമായത്. മന്ത്രിസഭയിലേക്കുള്ള നരസിംഹറാവുവിന്റെ ക്ഷണത്തെ പിന്നീട് രസകരമായ രീതിയിൽ മൻമോഹൻ സിംഗ് തന്നെ വിവരിച്ചിട്ടുണ്ട്. റാവു മന്ത്രിസഭ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എൻ്റെ അടുക്കിലേക്ക് അയച്ചു. പ്രധാനമന്ത്രിക്ക് എന്നെ ധനമന്ത്രിയാക്കാൻ താല്പര്യമുണ്ടെന്നായിരുന്നു ലഭിച്ച സന്ദേശം. ഞാനത് കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ റാവുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായി. സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി രാഷ്ട്രപതി ഭവനിലേക്ക് എത്താനായിരുന്നു നിർദ്ദേശം. ഇതായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം, ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകനായ മാർക്ക് ടുള്ളിയോട് മൻമോഹൻ സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് മൻമോഹൻ സിംഗ് മത്സരിച്ചിട്ടുള്ളത്. 1999 സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അന്ന് BJPയുടെ പ്രൊഫസർ വിജയ് കുമാർ മൽഹോത്രയോടായിരുന്നു മൻമോഹൻ സിംഗിന്റെ തോൽവി. 1991 ധനമന്ത്രിയായി 4 മാസത്തിനു ശേഷമാണ് കോൺഗ്രസ് മൻമോഹൻ സിംഗിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. 5 തവണയാണ് അസമിനെ പ്രതിനിധീകരിച്ച് മൻമോഹൻ സിംഗ് രാജ്യസഭയിലെത്തിയത്. 2019 രാജസ്ഥാനിൽ നിന്നാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിലെത്തിയത്. ആരോഗ്യസ്ഥിതി ഗുരുതരമായ അവസാന കാലങ്ങളിൽ വീൽചെയറിലായിരുന്നു അദ്ദേഹം പാർലമെന്റിലെത്തിയത്. അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആ ചിത്രം. 91 ധനകാര്യമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്ന തലക്കെട്ട് മൻമോഹൻ സിംഗിന് ലഭിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുകയും അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്ത ലൈസൻസ് രാജ് റദ്ദാക്കിയതായിരുന്നു സുപ്രധാന നടപടികളിലൊന്ന്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉദാരമാക്കി. പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പോഴും വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നടപടികളായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് മൻമോഹൻ സർക്കാരിന്റെ കാലത്താണ്. ഇന്നും രാജ്യത്തെ സാധാരണക്കാരന് താങ്ങായ പദ്ധതികളുടെ ശില്പി കൂടിയാണ് മൻമോഹൻ സിംഗ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ തുടക്കവും മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായുള്ള വിദ്യാഭ്യാസ അവകാശം നൽകുന്ന നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 2010 നിയമം നിലവിൽ വന്നത്. ഇതോടെ വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമായി കണക്കാക്കുന്ന ലോകത്തിലെ 135 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. ഇന്തോ അമേരിക്ക ആണവ കരാർ, വിവരാവകാശ നിയമം, ആധാറിന്റെ ആശയം അവതരിപ്പിച്ചതുമെല്ലാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സുപ്രധാന നീക്കങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്തോ അമേരിക്ക ആണവ കരാറിലായിരുന്നു മൻമോഹൻ സിംഗ് വലിയ രാഷ്ട്രീയ പരീക്ഷണം നേരിടേണ്ടി വന്നത്. ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ആണവ കരാറിന്റെ തുടക്കം. 2005 മൻമോഹൻ സിംഗും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും ചേർന്ന് ആണവ കരാറിൽ ഏർപ്പെടാനുള്ള കരാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും വലിയ എതിർപ്പ് മൻമോഹൻ സർക്കാരിന് നേരിടേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് UPA സർക്കാരിന്റെ ഭാഗമായിരുന്ന ഇടതു പാർട്ടികളുടെയും സമാജ്വാദി പാർട്ടിയുടെയും എതിർപ്പായിരുന്നു. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം SPയുടെ നിലപാടിൽ മാറ്റമുണ്ടായി. പക്ഷേ ഇടതുപക്ഷം ശക്തമായ എതിർപ്പ് തുടരുകയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ഇതോടെ ഭരണം നിലനിർത്താൻ മൻമോഹൻ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കേണ്ട സ്ഥിതിയുണ്ടായി. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച് ഭരണം നിലനിർത്താൻ മൻമോഹൻ സർക്കാരിനായി. പ്രതിപക്ഷത്തായിരുന്ന BJPയുടെ 10 MPമാർ UPA സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു അന്ന് വോട്ട് ചെയ്തത്. പിന്നീട് 2009 ഇടതു പിന്തുണയില്ലാതെയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയത്. ഒരു വശത്ത് ചരിത്രപരമായ നേട്ടങ്ങളുടെ നീണ്ട നിരയുണ്ടെങ്കിലും വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങളും മൻമോഹൻ സർക്കാരിനെ തേടിയെത്തിയിട്ടുണ്ട്. അഴിമതി, വിലക്കയറ്റം തുടങ്ങിയ വലിയ വെല്ലുവിളികൾ ഭരണത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 2G സ്പെക്ട്രം, കൽക്കരി കുംഭകോണം, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. സോണിയാഗാന്ധിയുടെ കളിപ്പാവ് മാത്രമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസവും പിന്നാലെയെത്തി. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ മൻമോഹൻ സിംഗ് സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായി മറികടന്നായിരുന്നു 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിലെത്തിയത്.